ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇതുവരെ പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചർ, മെഗാലിത്തിക് കൾച്ചർ, അതായത് അയൺ ഏജ് ഓഫ് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ കവർ ചെയ്തു. അതുവരെയാണ് നമ്മുടെ ടോപ്പിക് എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് മഹാജനപദാസിലെ എമർജൻസിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 600 BC എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. വാട്ട് ഹാപ്പൻഡ് ഇൻ 600 BC ഈസ് ദ ടോപ്പിക് ടുഡേ. നമുക്ക് നോക്കാം. ദിസ് വാസ് എ പീരീഡ് ഓഫ് വാട്ട്? ഇൻറ്റൻസ് ഇൻ്റലക്ച്വൽ ഫെർമെൻറ്റ്. എന്താണ് ഈ ഇൻ്റലക്ച്വൽ ഫെർമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെയധികം ഫിലോസഫിക്കലായിട്ടുള്ള ഡിസ്കഷൻസ്, അതേപോലെ ലൈവ്ലി ഡിബേറ്റുകൾ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിലീഫ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ദർ വാസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, ടെക്നോളജി, അങ്ങനെയുള്ള എന്ന് വെച്ചാൽ വളരെ വലിയ ഡെവലപ്മെൻറ്റ്സ് അല്ല എങ്കിലും അന്നത്തെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള സംതിങ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ഓർഡിനറി. ഇറ്റ് വാസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് 600 BC. ഇതിനെയാണ് പീരീഡ് ഓഫ് ഇൻറ്റൻസ് ഇൻ്റലക്ച്വൽ ഫെർമെൻറ്റ് എന്ന് നമ്മൾ വിളിച്ചത്. ഈ ഒരു സമയത്ത് ഏത് റിലീജിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്? വേദിക് റിലീജിയൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, വേദിക് റിലീജിയൻ പോസ്റ്റ് വേദിക് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് വളരെയധികം റിജിഡായി തുടങ്ങി. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കാരണം ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഈ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സാധാരണ ലോവർ വർണ്ണയിൽപ്പെട്ട ആൾക്കാർ മാത്രമായിരുന്നില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു? ലോവർ വർണ്ണ കാറ്റഗറി, ദേ ഓൾസോ പ്രൊട്ടസ്റ്റഡ്. അതേപോലെ വൈശ്യാസ്, ദേ ഓൾസോ നീഡഡ് എ ചേഞ്ച്, അല്ലേ? അതേപോലെ ക്ഷത്രിയാസ്. കാരണം ക്ഷത്രിയാസിന് കിട്ടാത്ത പല പ്രിവിലേജുകളും, അതായത് നമ്മുടെ ഈ ആശ്രമ കൺസെപ്റ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ബ്രാഹ്മിൺസിന് മാത്രമാണ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. ക്ഷത്രിയാസിനൊന്നും അത് കിട്ടിയിരുന്നില്ല. അപ്പം പല പ്രിവിലേജുകളും ബ്രാഹ്മിൺസിന് പോയപ്പോൾ ഈ പറഞ്ഞ ബ്രാഹ്മിൺസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഗ്രൂപ്പുകളും അതിനെതിരെ എതിർക്കാൻ തുടങ്ങി. അതിനെതിരെ പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അവർ മാറാൻ തുടങ്ങി. അപ്പോൾ ഇത് 600 BC ഒരു പ്രത്യേകതയാണ്. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നടന്നു എന്നുള്ളത്. 6th century BC അല്ലെങ്കിൽ 600 BC to 300 BC കാലഘട്ടം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ ശരിക്കും ഒരു സ്റ്റേറ്റ് ഫോർമേഷനൊക്കെ നടന്നത് ഈ ഒരു സമയത്താണെന്ന് കൂടി ആലോചിച്ച് വെക്കുക. അതാണ് നമ്മൾ ഈ മഹാജനപദാസിൻ്റെ എമർജൻസ് ഒക്കെ പറയുന്നത്. അതേപോലെ തന്നെ ദെർ വാസ് 2 റിലീജിയൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ഏത്? ബുദ്ധിസവും ജൈനിസവും. ബുദ്ധിസവും ജൈനിസവും ഇവരെ ശ്രമാണിക് റിലീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. ശ്രമാണിക് റിലീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രമാണിക് എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്, വിച്ച് മീൻസ് ടീച്ചർ. പറഞ്ഞു കൊടുക്കാൻ ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലീജിയനാണ് ശ്രമാണിക് റിലീജിയൻ എന്നായിരുന്നു ബുദ്ധിസം ആൻഡ് ജൈനിസത്തെ വിളിച്ചിരുന്നത്. ആൻഡ് ദേ വെയർ വാട്ട്? ആൻറ്റി എത്തിക്കൽ ടു ദ മെയിൻ സ്ട്രീം വേദിക് റിലീജിയൻ. തികച്ചും വേദിക് റിലീജിയന് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് അപ്പീലിംഗ് ടു ദ മാസസ്. എന്തുകൊണ്ട് അപ്പീലിംഗ് ആയിരുന്നു? കാരണം ഒന്ന്, ദേ പ്രീച്ച്ഡ് ഇൻ പ്രാകൃത്, അല്ലെങ്കിൽ പലി ലാംഗ്വേജിലായിരുന്നു ഇവർ പ്രീച്ച് ചെയ്തിരുന്നത്, വിച്ച് വാസ് അണ്ടർസ്റ്റുഡ് ബൈ ദ മാസസ്. അതേസമയം വേദിക് റിലീജിയൻ എന്തായിരുന്നു? സാൻസ്ക്രിറ്റ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ്, ഈ 2 റിലീജിയൻസും പ്രൊപ്പൗണ്ട് ചെയ്തൊരു ഐഡിയ ആണ്. നമുക്കറിയാം, ലാർജ് സാക്രിഫൈസുകളൊക്കെ നമ്മൾ വേദിക് ഫേസിൽ അല്ലെങ്കിൽ വേദിക് റിലീജിയനിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാറ്റിൽ അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പോൾ കാറ്റിൽ വാസ് കൺസിഡേർഡ് വെൽത്ത് ദോസ് ടൈംസ്. അപ്പോൾ കാറ്റിൽ പോയപ്പം അഗ്രികൾച്ചർ പ്രോപ്പറായിട്ട് നടന്നിരുന്നില്ല. ലേബറേഴ്സ് അല്ലെങ്കിൽ ലോവർ വർണ്ണ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ ബുദ്ധിസം ജൈനിസത്തിൽ അഹിംസ വന്നപ്പോൾ കാറ്റിലിനെ കൊല്ലുന്നതിന് എതിരായി, അല്ലേ? കില്ലിങ്ങിന് തന്നെ എതിരായപ്പോഴത്തേക്ക് ദേ കുഡ് യൂസ് ദോസ് കാറ്റിൽ ഫോർ പ്ലോയിങ്. അങ്ങനെ അഗ്രികൾച്ചറിന് അതൊരു തടസ്സം ആയിരുന്നില്ല. അങ്ങനെയുള്ള പല ഐഡിയൽസിനോടും അട്രാക്റ്റഡ് ആയിരുന്നു ആര്? സാധാരണപ്പെട്ട ആൾക്കാർ. ആൻഡ് മോർ ഓവർ ഞാൻ പറഞ്ഞു, ക്ഷത്രിയാസ് ഓൾസോ ഇവരും പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം ഈ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഗൗതമ ബുദ്ധയും അതേപോലെ ജൈനിസത്തിൻ്റെ മെയിൻ ആളായിട്ടായിരുന്ന മഹാവീരും ഒക്കെ ദേ ബിലോങ് ടു ദ ക്ഷത്രിയ ക്ലാൻ. അവർ ക്ഷത്രിയ ക്ലാനിന് ബിലോങ് ചെയ്തവരാണ്. ഈ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനേഷനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ 2 റിലീജിയൻ കൊണ്ടുവന്നത് തന്നെ. പിന്നെ 600 BC നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വാസ് എമർജൻസ് ഓഫ് ടെറിട്ടോറിയൽ ഐഡൻറ്റിറ്റീസ്. പുതിയ ടെറിട്ടറികൾ എന്ത് ചെയ്തു? വന്നു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതായത് പുതിയ ജനപദങ്ങൾ പിന്നീട് അത് മഹാജനപദങ്ങളായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അർബനൈസേഷൻ വന്നപ്പോൾ ദർ വാസ് ന്യൂ ക്ലാസ് ഓഫ് പീപ്പിൾ എമേർജ്ഡ് എമംഗ് വൈശ്യാസ്. ദേ വെർ നോൺ ആസ് സേഠീസ്.
സേട്ടീസ് എന്ന് പറഞ്ഞാൽ ആരുമല്ല, മെർച്ചൻസ് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ വേദിക് റിലീജിയനിലെ ധർമ്മസൂത്ര അനുസരിച്ച് മണി ലെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് എ പ്രൊഹിബിറ്റഡ് പ്രൊഫഷൻ. പ്രൊഹിബിറ്റഡ് ആയിരുന്നു, മണി ലെൻഡ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് ആ പ്രൊഫഷൻ ചൂസ് ചെയ്തവർക്ക് അത് ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷെ ബുദ്ധിസം, ജൈനിസം എന്ന് പറഞ്ഞാൽ മണി ലെൻഡിങ്ങിൽ ദർ വാസ് നോ അഹിംസ ഓർ കില്ലിങ്, ആ ഒരു ആസ്പെക്ട് വരുന്നില്ല, ആരെയും ദ്രോഹിക്കുന്ന ആസ്പെക്ട് വരാത്തിടത്തോളം കാലം ഇറ്റ് വാസ് ഓക്കെ. അതുകൊണ്ട് തന്നെ മെയിൻ ആൾക്കാർ ജൈനിസത്തിൻ്റെ ബുദ്ധിസത്തിൻ്റെ ഫോളോവർ ആരായിരുന്നു? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സേട്ടീസിനെ നമുക്ക് കാണാം. വലിയ വലിയ ഗിൽഡ്സ് ഒക്കെ എന്താണ് ബുദ്ധിസത്തിൻ്റെ പേട്രൺസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. സോ ജനപദങ്ങൾ എവിടെ വരെ ആയി എന്ന് നമുക്കറിയാം. ജനത്തിൻ്റെ പാദം എവിടെ വച്ചു അത് ജനപദമായി. പിന്നീട് ജനപദം എന്തായി? മഹാജനപദമായി എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് സെക്കൻഡ് അർബനൈസേഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെക്കൻഡ് അർബനൈസേഷൻ. ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നു. പിന്നീടൊരു അർബനൈസേഷൻ ഫേസ് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മഹാജനപദാസിൻ്റെ വരവോടുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗാംഗറ്റിക് പ്ലെയിൻസിലാണ് ഈ ഒരു സിവിലൈസേഷൻ ഉടലെടുത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്താണ്, പല പല ടൗണുകൾ, പുതിയ പുതിയ ടൗണുകൾ വന്നു. രാജ്ഗീർ, അതേപോലെ ശ്രവസ്തി, ചമ്പ, ഇങ്ങനെയുള്ള ടൗണുകൾ പ്രത്യക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ടാക്സില അല്ലെങ്കിൽ തക്ഷില, ഉജ്ജയിൻ പോലെയുള്ള കമേഴ്ഷ്യൽ ടൗണുകൾ. ഇവർ കമേഴ്ഷ്യലായിട്ടുള്ള ട്രേഡിനെ ഉദ്ദേശിച്ച് വന്ന ടൗണുകളാണ്. കാരണം എന്താണ്, ഇവരാണ് നമ്മുടെ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാണ് ടാക്സിലൊക്കെ. നമുക്കറിയാം നോർത്ത് വെസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗാന്ധാര റീജിയൻ്റെ ക്യാപിറ്റൽ വരുന്ന ടാക്സില. അതേപോലെ വൈശാലി, ഹോളി സെൻറ്റർ ആയിരുന്നു വൈശാലി, ഹോളി ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇതൊക്കെ എമർജ് ചെയ്ത ഒരു കാലഘട്ടം കൂടി. നമുക്ക് ശരിക്കും 16 മഹാജനപദാസാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 16 മഹാജനപദാസാണ് ഉള്ളത്. നമുക്ക് ആദ്യമേ നോക്കാം. ആദ്യത്തേത് ഗാന്ധാര. ഗാന്ധാര നോർത്ത് വെസ്റ്റിലാണ്. ദെൻ കാംബോജ, ഇതും നമ്മുടെ നോർത്ത് വെസ്റ്റിലാണ്. ഇത് രണ്ടുമാണ് ഇന്ത്യക്ക് പുറത്ത് കിടക്കുന്നത്. ദെൻ അസാക്ക, വത്സ, അവന്തി, ശൂരസേന, ചെടി, മല്ല, കുരു, പാഞ്ചാല, മത്സ്യ, വാജി, അംഗ, കാശി, കോശാല, മഗധ. രണ്ടെണ്ണം, അതായത് ഗാന്ധാരയും കാംബോജയും എവിടെയാണ്? അത് നമ്മുടെ പുറത്താണ്, അതായത് ഇന്ത്യക്ക് വെളിയിലാണ്, നോർത്ത് വെസ്റ്റേൺ പോർഷനിലാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് വെക്കണം. കാംബോജയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജപുരയാണ്. ഏതാണ്? രാജപുരയാണ്. ഗാന്ധാരയുടെ ക്യാപിറ്റലാണ് നമ്മുടെ തക്ഷശില അല്ലെങ്കിൽ ടാക്സില എന്ന് പറയുന്നത്. ടാക്സില വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, കമേഴ്ഷ്യൽ ടൗൺ കൂടിയാണ്. ആൻഷ്യൻ സിൽക്ക് റൂട്ടിൽ വരുന്ന ഒരു പോർഷൻ കൂടിയാണ് ടാക്സില. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാന്ധാര ആർട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അസാക്ക അല്ലെങ്കിൽ അസ്മാക്ക, ഇതിനെ നമ്മൾ അസ്മാക്ക എന്നും വിളിക്കാറുണ്ട്. അസ്മാക്കൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രതിഷ്ഠാനാണ്. ഏതാണ്? പ്രതിഷ്ഠാൻ. ഇത് ശരിക്കും നമ്മുടെ ഗോദാവരിയുടെ തീരത്താണ്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെയധികം മഹാജനപദാസ് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗോദാവരിയുടെ അടുത്ത് കിടക്കുന്നതാണ്, അല്ല അതിൻ്റെ തീരത്തുള്ളതാണ് ഏത്? ഈ അസാക്ക അല്ലെങ്കിൽ അസ്മാക്ക എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വത്സ ആണ്. വത്സ ക്യാപിറ്റൽ ഏതാണ്? വത്സയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോശംബിയാണ്. കോശംബി. ദെൻ അവന്തി ഏതാണ്? ഉജ്ജയിനാണ്. ഇത് നമുക്ക് ഇന്ത്യയുടെ ഏകദേശം നമ്മുടെ സെൻട്രൽ പോർഷനിലായിട്ട് നർമ്മദയുടെ താപി നദീതീരം, നർമ്മദ താപി ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഏത്? അവന്തി അല്ലെങ്കിൽ ഉജ്ജയിൻ എന്ന് പറയുന്നത്. ശൂരസേനയുടെ ക്യാപിറ്റൽ മധുരയാണ്. ചെടിയുടെ ക്യാപിറ്റൽ ശുക്തിമതി. മല്ലയുടെ ക്യാപിറ്റൽ കുശിനഗർ.
കുരുവിൻ്റെ ക്യാപിറ്റൽ എന്താണ്? ഇന്ദ്രപ്രസ്ഥ. ഗോശാലയുടെ ക്യാപിറ്റൽ അഹിഛാത്ര. ഏതാണ്? വിരാട് നഗർ അല്ലെങ്കിൽ വിരാട നഗരം. വാജിയുടെ ക്യാപിറ്റൽ വൈശാലി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോളി ടൗൺ ആണ്. അങ്കയുടെ ക്യാപിറ്റൽ ചമ്പ, ഈസ്റ്റേൺ റീജിയനിലാണ് കേട്ടോ അങ്ക അല്ലെങ്കിൽ ചമ്പ, ഈസ്റ്റേൺ മോസ്റ്റ് മഹാജനപദ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ കാശിയുടെ ക്യാപിറ്റൽ ഏതാണ്? വാരണാസി. ഗോശാലയുടെ ക്യാപിറ്റൽ ശ്രവസ്തി. ഞാൻ പറഞ്ഞില്ല ഇമ്പോർട്ടൻ്റ് ടൗൺ ആയിട്ട് വന്ന ഒരെണ്ണമാണ് ശ്രവസ്തി. ദെൻ നമ്മുടെ മെയിൻ ആള് മഗധ. മഗധയുടെ ക്യാപിറ്റൽ നമുക്ക് രാജ്ഗീർ അല്ലെങ്കിൽ രാജ്ഗൃഹയും ഉണ്ട്, അതേപോലെ പാടലിപുത്രയും വരുന്നുണ്ട്, അല്ലെങ്കിൽ മോഡേൺ പാട്ന. ഇത് രണ്ടും ഇതിൻ്റെ ക്യാപിറ്റലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? മഗധയാണെന്ന് കൂടി ആലോചിച്ച് വെക്കണം. 16 എണ്ണം ഫോം ചെയ്ത സമയത്ത് മഗധ വലുതല്ല. ഇതിനകത്ത് എല്ലാ മഹാജനപദാസും ഒന്നും ഹെറിഡിറ്ററി മൊണാർക്കി ഒന്നും ആയിരുന്നില്ല. ഇതിനകത്ത് ഗണസംഘങ്ങളുണ്ടായിരുന്നു. മെയിൻലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാജി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഒളിഗാർക്കി. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചീഫ്സ് ഉണ്ട്, ട്രൈബൽ ചീഫ്സ് ഒരുപാട് പേര്. ഗണസംഘങ്ങളുണ്ട്, ഗണസംഘാസ്. അപ്പോൾ അവരുടെ ലീഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഈ ഒളിഗാർക്കി എന്ന് പറയുന്നത്. സോ വാജി വാസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഒളിഗാർക്കി. ഈ വാജിയിലെ ഏറ്റവും പവർഫുൾ ഗണസംഘമായിരുന്നു ലിച്ചാവീസ്. ഓർത്തു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരു കളക്റ്റീവ് ബേസിസിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാശി, കോശാല ഇതൊക്കെ വളരെ സ്മോളർ കിങ്ഡംസ് ആണ്. ഏറ്റവും വലുതേതായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് വന്നത് മഗധയാണെന്ന് നമുക്ക് അറിയാം. ജനപദാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നോക്കാം. മെയിൻ ഹെഡ് ആരായിരുന്നു? കിങ് ആയിരുന്നു. കിങ് ഹെഡഡ് ദി ഗവൺമെൻറ്. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെൻറ് ആയിരുന്നെന്ന് കൂടി ഓർത്തു വെക്കണം. അതേപോലെ കിങ്ഷിപ്പ് എന്തായിരുന്നു? ഇറ്റ് വാസ് ഹെറിഡിറ്ററി, ഒരു ഹെറിഡിറ്ററി പോസ്റ്റ് ആയിരുന്നു. സക്സഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ലോ ഓഫ് പ്രൈമോജനിറ്റർ. എന്താണ് ലോ ഓഫ് പ്രൈമോജനിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽഡസ്റ്റ് സൺ ആയിരിക്കും അടുത്ത കിങ് എന്ന് പറയുന്നത്. ഈ ഒരു ലോ ആയിരുന്നു മെയിനായിട്ട് ഫോളോ ചെയ്തിരുന്നത്. ഹെറിഡിറ്ററി മൊണാർക്കീസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെയൊക്കെ എന്തായിരുന്നു? വേദിക് റിലീജിയൻ ആയിരുന്നു ഇവിടെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതും കൂടി ഓർത്തു വയ്ക്കുക. നമ്മൾ വാജിയുടെ കാര്യമല്ല പറയുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളുമാണ്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ കിങ്ങിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു കൗൺസിൽ ഉണ്ടായിരുന്നു. ആ കൗൺസിലിൻ്റെ പേരെന്തായിരുന്നെന്ന് അറിയുമ്പോൾ സഭ അല്ലെങ്കിൽ പരിഷത്ത്. എന്താണ്? സഭ ഓർ പരിഷത്ത്. ഇതായിരുന്നു കിങ്ങിൻ്റെ കൗൺസിലിൻ്റെ പേര് എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് അഡ്വൈസറി ഇൻ നേച്ചറാണ് കേട്ടോ. കിങ് പറഞ്ഞാൽ കേൾക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ കിങ് ടാക്സുകൾ മേടിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. ബലി, ഞാൻ പറഞ്ഞല്ലോ വോളണ്ടറി ആയിട്ടുള്ള ട്രിബ്യൂട്ടായിരുന്നു ബലി എന്ന് പറയുന്നത്. ബലി നമ്മുടെ ഋഗ്വേദിക് പീരീഡിലൊക്കെ ഒരു വോളണ്ടറി ട്രിബ്യൂട്ടാണ്. അവർക്ക് അവരുടെ അഗ്രികൾച്ചറൽ സർപ്ലസിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കാം അവരുടെ ഇഷ്ടത്തിന്. പിന്നീട് ഇത് പോസ്റ്റ് വേദിക് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് മാൻഡേറ്ററി ആയി ബലി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ടാക്സ് കളക്ട് ചെയ്തിരുന്നു. പിന്നെ ഭാഗം ഉണ്ടായിരുന്നു, ഷെയർ ഓഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പോർഷൻ, അതും ഇവർ കളക്ട് ചെയ്തിരുന്നു. പിന്നെ വേറെ 2 ടേംസ് ഉണ്ട്, കാര അതേപോലെ ശുക്ല. ഇത് രണ്ടും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? ടാക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ടേംസ് ആണ് ഇപ്പോൾ മഹാജനപദാസിൻ്റെ കാലഘട്ടത്തിൽ. എന്തിനായിരുന്നു കിങ്ങിന് ഇങ്ങനെ ടാക്സ് പിരിക്കുന്നതെന്ന് വെച്ചാൽ ദ കിങ് റേസ്ഡ് റവന്യൂ ത്രൂ ടാക്സസ് ടു മെയിൻറ്റെയിൻ ആൻ ഇലാബറേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആൻഡ് ഓൾസോ ആൻ സ്റ്റാൻഡിങ് ആർമി. മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കൊണ്ടുപോകാനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടാക്സുകളൊക്കെ പിരിച്ചിരുന്നത്. നമുക്ക് സോഷ്യൽ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാജനപദാസിൻ്റെ. നമുക്കറിയാം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു, വർണ്ണ സിസ്റ്റം വളരെ റിജിഡ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. മെയിനായിട്ട് പ്രീസ്റ്റ്ലി ക്ലാസ് വളരെയധികം എമിനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ അവർ എൻജോയ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് അറിയാം. റിച്ച് ലാൻഡ് ഓണേഴ്സിന് നമ്മൾ പോസ്റ്റ് വേദിക് ടൈമിൽ ഇവരെ വിളിച്ചിരുന്നു ഗൃഹപതി. ഫാമിലിയുടെ ഹെഡായിട്ടുള്ള ഗൃഹപതീസൊക്കെ റിച്ച് ലാൻഡ് ഓണേഴ്സായി. അതേപോലെ കൃഷകാസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലാൻഡ് ഓണേഴ്സിനെയാണ്. കൃഷകാസ് ആരാണ്? സ്മോൾ ലാൻഡ് ഓണേഴ്സ് ആണ്. കർമ്മകാരാസ് അല്ലെങ്കിൽ ദാസാസ്, ഈ ഒരു ടേം ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ ലേബറേഴ്സിനെയാണ്.
വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയാണ് ഈ ഒരു ടേം. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ എന്തായിരുന്നു ഈ ഒരു മഹാജനപദാസിൻ്റെ എമർജൻസി കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ ലേബറേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൾട്ടിവേറ്റേഴ്സും അതേപോലെ തന്നെ ആർട്ടിസൻസ് ഉണ്ടല്ലോ, ശൂദ്രാസ്, ഇവരൊക്കെ ശൂദ്രന്മാരായിരുന്നു. കച്ചവടം ചെയ്യുന്നവരൊക്കെ എന്താണ് വൈശ്യാസും, ബാക്കി എന്ത് ജോലി ചെയ്താലും അതൊക്കെ ശൂദ്രാസുമായിട്ടാണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഒരു പുതിയൊരു കാറ്റഗറി അവർ ശൂദ്രാസിനെയും താഴെ, ബിലോ ശൂദ്രാസിനെയും താഴെ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു കാറ്റഗറി, ഒരു പുതിയ കാറ്റഗറി വന്നു. അതിനെ നമ്മൾ എന്താണ് വിളിച്ചത്? അൺടച്ചബിൾസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവർക്ക് എങ്ങും ജീവിക്കാൻ പറ്റില്ല. ആൻഡ് they were forced to live on the fringes of the settlements and they subsisted on what? Hunting and gathering. അവർ ഹണ്ടിങ്ങും, ഒരു ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ആൾക്കാർ വന്നു തുടങ്ങിയത് ഈ ഒരു കാലഘട്ടം, ഈ ഒരു 600 BC ആ ഒരു സമയത്താണ് പുതിയൊരു കാറ്റഗറി ഓഫ് അൺടച്ചബിൾസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ശൂദ്രാസിനെ പോലെയല്ല, ശൂദ്രാസിന് അണ്ടറിലായിരുന്നു അവർ. ആൻഡ് ദേ വെയർ ലിവിങ് ഇൻ ദ ഫ്രിഞ്ചസ് ഓഫ് അതായത് ഈ ഇതിൻ്റെയൊക്കെ ബൗണ്ടറിയിൽ, കാടുകളിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ലാംഗ്വേജും കസ്റ്റംസും കൾച്ചറുമായിരുന്നു ഉണ്ടായിരുന്നത്. 600 BC 16 മഹാജനപദാസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ ക്യാപിറ്റൽസ് പഠിച്ചു, അതിൻ്റെ ലൊക്കേഷൻസ് നമ്മൾ മാപ്പിൽ ഓൾറെഡി ഷോർട്സിൽ ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഓൾറെഡി നമ്മൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മഹാജനപദാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു? കിങ് ഉണ്ടായിരുന്നു, ഹെറിഡിറ്ററി മൊണാർക്കി ആയിരുന്നു, സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു, വേദിക് റിലീജിയൻ ആയിരുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ടാക്സ് സിസ്റ്റം പറഞ്ഞു, ഇത് സോഷ്യൽ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ മഹാജനപദാസിൽ പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്ലീസ് ടു വാച്ച് ദ വീഡിയോ. സോ ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.